السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടക്കിണറ്റിൽ എറിയപ്പെടുകയും അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷിക്കുകയും മിസ്റിലെ രാജാവിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാളായ അസീസിൻ്റെ കൊട്ടാരത്തിൽ വലിയ സ്ഥാനം ലഭിക്കുകയും അങ്ങനെ സ്വപ്നവ്യാഖ്യാനവും മറ്റു അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു എന്നാണ് 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി 22 മുതൽക്ക് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ ബലഗ അശുദ്ധഹു آتيناه حكما وعلما وكذلك نجزي المحسنين. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك. قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. واستبق الباب وقدت قميصه من دبر وألف وألفها سيدها لدى الباب. قالت ما جزاء من أراد بأهلك سوءا إلا
إلا أن يسجن أو عذاب أليم قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലമ്മ ബലഗ അശുദ്ധഹു, വലമ്മ ബലഗ എത്തിയപ്പോൾ, ബലഗ യബുലുഗു ബുലൂഗൻ ഒരു നിശ്ചിത പ്രായമെത്തുന്നതിനാണത് പറയുന്നത്. ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നതിനും ബലഗ എന്ന് പറയും. ഇവിടെ ഒരു പ്രായത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ബലഗ യബ്ലുഗു ബുലൂഗൻ വലമ്മ ബലഗ അശുദ്ധഹു. അശുദ്ധ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഏറ്റവും ശക്തിയുള്ള, അതല്ലെങ്കിൽ ആ ശക്തിക്ക് തുടക്കം കുറിക്കുന്ന പ്രായം. സിന്നൽ ഇദ്റാഖ് വൽ ബുലൂഗ്, കാര്യങ്ങളെയൊക്കെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനും എല്ലാം സാധിക്കുന്ന യുവത്വത്തിൻ്റെ തുടക്കത്തിനാണ് അശുദ്ധ് എന്ന് പറയുന്നത്. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് ലമ്മ ബലഗ യൂസുഫു അശുദ്ധഹു ഐ ലമ്മ ബലഗ മുൻതഹാ ഷിദ്ദതിഹി, ശക്തിയുടെ, ആരോഗ്യത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ പാരമ്യതയിൽ എത്തിയപ്പോൾ, വഖുവ്വതിഹി ഫീ ശബാബിഹി വഹദ്ദിഹി, ഷബാബിൻ്റെ, യുവത്വത്തിൻ്റെ ശക്തിയിലും അതിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ അവസ്ഥയിലും എത്തിയപ്പോൾ. അതേതാണ് പ്രായം? വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. 18 മുതൽ ഫീമാ ബൈന 18 ഇലാ 60 സന, 18 മുതൽ 60 വരെ എന്ന അഭിപ്രായമുണ്ട്. ഇലാ 40 സന, 40 വരെ എന്ന അഭിപ്രായമുണ്ട്. വേറെയും അഭിപ്രായങ്ങളുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും 20 സന, 20 വർഷം അല്ലെങ്കിൽ 20ാമത്തെ വയസ്സ് എന്നർത്ഥമുണ്ട്. പല പ്രായവും പറയപ്പെട്ടിരിക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിശ്ചിത പ്രായമല്ല അവിടെ. അശുദ്ധഹു, യുവത്വത്തിൻ്റെ ഏറ്റവും തിളക്കമുള്ള ഒരു അവസ്ഥയെത്തിയപ്പോൾ, അതേപോലെ തന്നെ ബുദ്ധിയിലും നല്ല പക്വതയും പാകതയും എത്തിയപ്പോൾ, ആതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകുകയുണ്ടായി, ഹുക്മൻ വ ഇൽമ, ഹുക്കുമും അതേപോലെ തന്നെ ഇൽം. ഹുക്മ് എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം, അഗാധജ്ഞാനം, അതിനാണ് ഹുക്മ് എന്ന് പറയാം. നമുക്കറിയാം വിധി പറയുന്നതിന് ഹുക്മ് പറയാമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി അതിന് വിധി പറയാനുള്ള കഴിവാണത് ഹുക്മ് എന്ന് പറയുന്നത്. ഒരു വിഷയത്തിൻ്റെ അസ്ല് മനസ്സിലാക്കി അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കി വ്യക്തമായൊരു വിധി പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, അതിന് അഗാധമായ ജ്ഞാനവും തത്വജ്ഞാനവും ആവശ്യമുണ്ട്. അതാണ് ഹുക്മ് എന്ന് പറയുന്നത്. വ ഇൽമ, അതേപോലെ തന്നെ വേദത്തിലും പൂർവ്വവേദങ്ങളിലും
ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലും ഇൽമ് നൽകി, ഹുക്മൻ വ ഇൽമ. അതേപോലെ തന്നെ ഹുക്മ എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ കൽപ്പിക്കാൻ, ഒരു ഓർഡർ ചെയ്യാനുള്ള പവർ, ഒരു കാര്യം പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കാൻ മാത്രമുള്ള ഒരു ശക്തി, അത് ഇൽമുള്ള ആളുകൾക്കാണതുള്ളത്. അവരുടെ ശരീരത്തിൻ്റെ പവറല്ല, മറിച്ച് അവർ ഒരു കാര്യം ഓർഡർ ചെയ്താൽ മറ്റുള്ളവർ അനുസരിക്കുമാറുള്ള ഒരു പവർ, അതിനും ഹുക്മ എന്ന് പറയും. അതേപോലെ തന്നെ വേദഗ്രന്ഥത്തിൽ ഉൾപ്പെടാത്ത വഹയ്കൾക്ക് ഹുക്മ എന്ന് പറയും. യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും. ആ ഹിക്മത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഹുക്മ. മറ്റു വഹയ്കൾ നൽകി. വഇൽമ, വേദഗ്രന്ഥത്തിലുള്ള വിജ്ഞാനവും. അൽ കിതാബ വൽ ഹിക്മ, അതാണ് ആതൈനാഹു ഹുക്മൻ വഇൽമ. അപ്പോൾ വേദത്തിലുള്ള വിജ്ഞാനം, മറ്റു സുന്നത്തായ കാര്യങ്ങൾ എല്ലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം നൽകി. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം സുഹൃതവാന്മാർക്ക് നാം പ്രതിഫലം നൽകുന്നു. ജസാ യജ്സി ജസാഅൻ വകദാലിക നുജ്സി വകദാലിക നജ്സി വകദാലിക നജ്സി, അപ്രകാരം നാം പ്രതിഫലം നൽകുന്നു. ആർക്ക്? അൽ മുഹ്സിനീൻ, ഇഹ്സാനിൻ്റെ ഉടമകൾക്ക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ്. ഇഖ്ലാസോടുകൂടി ഒരു നന്മ ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകൂൻ തറാഹ് ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ. അങ്ങനെ ഒരു ദർജയിലെത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി മറ്റൊരു ലക്ഷ്യവുമില്ലാതെ നന്മ ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും മക്കൾക്കും പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കുമൊക്കെ സുഹൃതം ചെയ്തു കൊടുക്കുന്നതിനും ഇഹ്സാൻ എന്ന് പറയുന്നതാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ രണ്ട് കാര്യത്തിലും മുൻപന്തിയിലായിരുന്നു. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം മുഹ്സിനീങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നു. അപ്രകാരം മുഹ്സിനീങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നു. അപ്പോൾ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വളരെ ചുരുക്കി പറയാം. അതിലൊന്ന്, ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഇൽമാണ്. ഹുക്മും ഇൽമുമാണ്. ഖുർആനിലും ഹദീസിലുമുള്ള വിജ്ഞാനമാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ മതത്തിൽ അറിവ് നൽകും, മതത്തിൽ വിജ്ഞാനം നൽകും. അതൊരാളുടെ ഖൈറിൻ്റെ അടയാളമാണ്. ദുനിയാവ് നൽകുമെന്നല്ല പറഞ്ഞത്, മതത്തിൽ അറിവ് നൽകുമെന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സമ്പത്ത് അള്ളാഹു അവന് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. ഫിർഔനിനെ അള്ളാഹുവിന് ഇഷ്ടമല്ല, എന്നാൽ ഫിർഔനിന് സമ്പത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഖാറൂനിനെ അള്ളാഹുവിന് ഇഷ്ടമല്ല, പക്ഷെ ഖാറൂനിന് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. സമ്പത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളമേ അല്ല. എന്നാൽ ദീന് അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയുന്നത്, വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു അശുദ്ധഹു വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമ. ഹുക്മും ഇൽമും നൽകി. അവിടെ ഹുക്മിനെയും ഇൽമിനെയും വേർതിരിച്ചു പറഞ്ഞത് ഉലമാക്കൾ പറഞ്ഞു, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഇൽമിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ദർജയിലുള്ളതാണ്. ഇൽമെന്ന് മാത്രം പറയപ്പെട്ടാൽ അതിൽ ഹിക്മത്തുമുണ്ട്. ഹിക്മത്ത് എന്ന് മാത്രം പറയപ്പെട്ടാൽ അതിൽ ഇൽമുമുണ്ട്. എന്നാൽ ഹിക്മത്തും ഇൽമും ഒരു സ്ഥലത്ത് പറഞ്ഞാൽ രണ്ടിനും രണ്ടർത്ഥമാണ്. രണ്ടിനും രണ്ട് അർത്ഥമാണ്. ഉദാഹരണത്തിന്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാതിൻ. നിങ്ങളിൽ ഈമാനുള്ളവർക്കും ഇൽമുള്ളവർക്കും അള്ളാഹു പല പദവികൾ നൽകും. അവിടെ ഇൽമ് എന്ന് മാത്രമാണ് പറഞ്ഞത്, ഹിക്മത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിൽ ഹിക്മത്ത് ഉൾപ്പെടും. യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. സൂറത്തുൽ ബഖറ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് നൽകുന്നു. ആർക്കാണോ അള്ളാഹു ഹിക്മത്ത് നൽകുന്നത് അവർക്ക് ധാരാളം ഖൈറുകൾ നൽകപ്പെട്ടു എന്നാണ്. ധാരാളം ഖൈറുകൾ നൽകപ്പെട്ടു. ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിക്മത്താണ്.
അവിടെ ഇൽമു പറഞ്ഞിട്ടില്ല, പക്ഷെ അതിൽ ഇൽമു ഉൾപ്പെടും. എന്നാൽ ഇവിടെ ഹുക്മൻ വ ഇൽമ രണ്ടും വേറെ തന്നെ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൽമിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ദർജയാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അഥവാ ഒരു അറിവിനെ പറയേണ്ട സമയത്ത് പറയേണ്ട രൂപത്തിൽ പറയുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അഥവാ വളുഉ ശൈഇ ഫീ മൗളിഇ, ഒന്നിനെ അതിൻ്റെ സ്ഥാനത്ത് വെക്കണം. അപ്പോൾ ഒരു ഇൽമ് ഒരാൾക്കുണ്ടാകും, പക്ഷെ അത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, പറയേണ്ടിടത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, പറയേണ്ടവരോട് പറഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ അത് കേട്ട സ്വഹാബികൾ ചോദിക്കും, അള്ളാഹുവിൻ്റെ റസൂലെ അഫല ഉബശ്ശിറുന്നാസ്, ഇത് ജനങ്ങളോട് പറയട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ഇപ്പോൾ പറയണ്ട. എന്തുകൊണ്ട്? കാരണം ആ സ്വഹാബിക്ക് മനസ്സിലായത് ആമത്തുന്നാസിന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയത്തിൻ്റെ നെല്ലും പതിരും വേർതിരിച്ച് ആ വിഷയത്തിൽ ഒരു ഹുക്മ് പറയാൻ കഴിയുക എന്നുള്ളത് വലിയ ജ്ഞാനമാണ്. ഉദാഹരണത്തിന് ഒരു കാര്യം അത് ഷിർക്കാണോ, ഷിർക്കുൻ അസ്ഗറാണോ, കുഫറാണോ, കുഫറുൻ അസ്ഗറാണോ, അക്ബറാണോ, വലിയ നിഫാഖാണോ, ചെറിയ നിഫാഖാണോ, ഒരു കാര്യം സുന്നത്താണോ, ബിദ്അത്താണോ, ഇങ്ങനെ തുടങ്ങി മതത്തിലെ അഹ്കാമുകളുണ്ട്. ഈ അഹ്കാമുകൾ തിരിച്ചറിയാനുള്ള കഴിവും ഹുക്മാണ്. അൽഹംദുലില്ലാ. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയ വമ്പിച്ച പാരിതോഷികം എന്ന് പറയുന്നത് ആതൈനാഹു ഹുക്മൻ വ ഇൽമ, ഹുക്മും നൽകി, ഇൽമും നൽകി. അതുപോലെ തന്നെ ഇവിടെ കാണാം വലമ്മ ബലഗ അശുദ്ധഹു, ഏറ്റവും ശക്തിയുള്ള പ്രായം. പരിശുദ്ധ ഖുർആനിലെ മറ്റു ചില വചനങ്ങളുടെയും ചില സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞ 40 വയസ്സ്, ആ 40 വയസ്സ് വരെയുള്ള ആ ഒരു കാര്യം, അതല്ലെങ്കിൽ 40 വയസ്സെത്തുമ്പോൾ ഒരാൾക്ക് ഇൽമിലും ഹിക്മത്തിലും വലിയ ഒരു അവസ്ഥ എത്തുന്നു എന്നാണ്. അല്ലെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് ശരീരവും ബുദ്ധിയും എത്തുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ കാണാം ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന, സൂറത്തുൽ അഹ്ഖാഫിൽ. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, ഏറ്റവും ശക്തിയുള്ള പ്രായമെത്തിയാൽ, വബലഗ 40 സന, 40 വയസ്സ് തികഞ്ഞാൽ. അപ്പോൾ 40 വയസ്സിൽ ബുദ്ധിയുടെ ആ ഒരു പാരമ്യതയിൽ ഒരാൾ എത്തുന്നുണ്ട് എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത് എപ്പോഴാണ്? 40ാമത്തെ വയസ്സിലാണ്. അപ്പോഴാണ് അള്ളാഹു ഹുക്കുമും ഇൽമും നൽകിയത് ആർക്ക്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 40 വയസ്സ് ഖുർആനിലെ ചില വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു പ്രായമാണ്. ഏതു പ്രായമാകട്ടെ, ഈ പറയപ്പെട്ട രൂപത്തിലാണെങ്കിൽ മതപരമായ ഇൽമ് നേടുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ പോലും അവർ നിരാശപ്പെടേണ്ടതില്ല എന്നതിലേക്ക് ഇത് സൂചന നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 18 മുതൽ 60 വരെയാണെങ്കിൽ അതിനിടയിലുള്ള സമയമൊക്കെ ഇൽമ് നേടാനുള്ള അവസരങ്ങളാണ്. ധാരാളം സ്വഹാബികൾ വാർദ്ധക്യത്തിലെത്തിയതിന് ശേഷമാണ് ഇൽമു പഠിച്ചിട്ടുള്ളത്, ഇൽമു മനസ്സിലാക്കിയിട്ടുള്ളത്. വലിയ വലിയ പണ്ഡിതന്മാരിൽ പലരും 40ഉം 50ഉം കഴിഞ്ഞതിന് ശേഷം ആലിമീങ്ങളായവരുണ്ട്, ഹാഫിളീങ്ങളായവരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പഠിച്ചില്ല, 10 വയസ്സിൽ പഠിച്ചില്ല, 15 വയസ്സിൽ പഠിച്ചില്ല, 20 വയസ്സിൽ പഠിച്ചില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടണ്ട. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിക്ക് തെളിച്ചവും വെളിച്ചവും നൽകുന്ന കാലം അത്രയും പഠിക്കാനുള്ള കാലം തന്നെയാണ്, പ്രായം തന്നെയാണ്. പഠിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ എളുപ്പം നൽകും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം മുഹ്സിനീങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നു. അവിടെയും ശ്രദ്ധേയമായൊരു പോയിൻ്റ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് ഒരാൾക്ക് നൽകുന്നത്, ശരിയായ ഇൽമ് ഒരാൾക്ക് നൽകുന്നത് ആ വ്യക്തിയുടെ മനസ്സിലെ ഇഖ്ലാസും അയാളുടെ മറ്റു സ്വഭാവവും പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുഹ്സിനീങ്ങൾക്ക് അപ്രകാരം നാം പ്രതിഫലം നൽകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയും നമ്മുടെ ഇഖ്ലാസും അനുസരിച്ച് ഇൽമിൽ അല്ലാഹു തൗഫീഖ് വർദ്ധിപ്പിച്ചു തരും. എന്നാൽ അതിൽ കമ്മിയുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിലേക്ക് നമുക്ക് തൗഫീഖ് നൽകുകയില്ല.
അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും നിയ്യത്ത് നമ്മൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയും വേണം. പരിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനാ. ഈമാനുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണെങ്കിൽ സത്യാസത്യ വിവേചനം അള്ളാഹു നിങ്ങൾക്ക് നൽകും. അവിടെ കണ്ടീഷൻ പറഞ്ഞ എന്താണ്? ഷർത്താണത്. ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. നിങ്ങൾ ഇൽമിയായ വിഷയം ചർച്ച ചെയ്യുന്നത് പടച്ചറബിനെ പേടിച്ചിട്ടായിരിക്കണം, അല്ലാതെ ആരോടെങ്കിലും പകപോക്കാൻ വേണ്ടിയല്ല, ആരോടെങ്കിലും മത്സരിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഅല്ലമുൽ ഇൽം ലിതുബാഹു ബിഹിൽ ഉലമാ വലാ ലിതുമാറു ബിഹിസ് സുഫഹാ വലാ ലിയസ്രിഫ വുജൂഹൻ നാസി ഇലൈഹി ഫമൻ ഫഅല ദാലിക് ഫന്നാറു വന്നാർ. പണ്ഡിതന്മാരോട് മത്സരിക്കാൻ ഇൽമ നേടരുത്, പാമരന്മാരോട് തർക്കിക്കാനും ഇൽമ നേടരുത്, ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഇൽമ നേടരുത്. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവന് നരകമാണ്, നരകമാണ്, നരകമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അറിവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ആരോടെങ്കിലും പകപോക്കാൻ വേണ്ടി ഇൽമ സംസാരിക്കരുത്, ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്. എന്നാൽ പലപ്പോഴും നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, മതം സംസാരിക്കുന്നത് പോലും എന്തിനാണ്? ഒരു വ്യക്തിയോടോ ഒരു വിഭാഗത്തോടോ ഒരു സംഘത്തോടോ ഉള്ള ഈർഷ്യത തീർക്കാൻ, അവരോടുള്ള ദേഷ്യം തീർക്കാൻ, അവരോടുള്ള പക പോക്കാൻ, അവരെ മോശക്കാരായി ചിത്രീകരിക്കാൻ, അങ്ങനെ തുടങ്ങി തികച്ചും വളരെ മോശമായ, വളരെ വളരെ താണ നിലവാരത്തിലുള്ള ഇൽമു പഠിക്കുന്ന ആളുകളിൽ ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്ത വളരെ മോശമായ സ്വഭാവത്തിൻ്റെ ആളുകളാണ് ഇൽമ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുകയേയില്ല. അവർ അവരുടെ അന്ധതയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇഹ്സാൻ ഉണ്ടോ? ഇൽമു നൽകും, തംയീസ് നൽകും, വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകും. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം മുഹ്സിനീങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നു. ഇഹ്സാനിൻ്റെ ആളുകളാവുക, ഇഖ്ലാസിൻ്റെ ആളുകളായിത്തീരുക. അതോടൊപ്പം ഈ ആയത്ത് പറയുന്നതിലൂടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് അവതരിപ്പിച്ചു കൊടുത്തതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അത് രേഖപ്പെടുത്തി. വഹാദാ വഇൻ കാന മഖ്റജു ളാഹിരിഹി അലാ കുല്ലി മുഹ്സിനിൻ ഫഇന്നൽ മുറാദ ബിഹി മുഹമ്മദുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലഹു അസ്സ വജൽ كما فعلت هذا بيوسف من بعد ما لقي من إخوته ما لقي وقاسى من البلاء ما قاسى فمكنته في الأرض ووطأت له في البلاد فكذلك أفعل بك فأنجيك من مشركي قومك الذين يقصدونك بالعداوة وأمكن لك في الأرض وأوتيك الحكم والعلم لأن ذلك جزائي أهل الإحسان في أمري ونهيي. محمد നബിയെ, താങ്കൾ ഭയപ്പെടണ്ട, താങ്കൾ ബേജാറാവണ്ട. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, സഹോദരങ്ങൾ ഉപദ്രവിച്ചു, പ്രയാസപ്പെടുത്തി. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആധിപത്യം നൽകി, ശേഷം ഒരുപാട് വിജ്ഞാനങ്ങൾ നൽകിയില്ലേ? അതേപോലെ നബിയെ, താങ്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇൽമ് നൽകും, ഒരുപാട് അറിവുകൾ നൽകും. അങ്ങനെ സകല മനുഷ്യരെക്കാളും ഉയർന്ന ദറജയിൽ അല്ലാഹു താങ്കളെ സ്ഥാപിക്കുന്നതാണ്. അതാണ് സൂറത്തു അൽ അശ്റഹിലുള്ളത്. അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖദ ളഹ്റക് വറഫഅനാ ലക ദിക്റക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസത്തിൻ്റെ കൂടെയാണ് എളുപ്പം. എല്ലാ വിഷമങ്ങളും മാറ്റി അള്ളാഹു വലിയ ദറജ നൽകും. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഹുക്കുമും ഇൽമും നൽകിയതുപോലെ താങ്കൾക്കും ധാരാളം ഇൽമു നൽകുന്നതാണ്, ഹുക്കുമ് നൽകുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുകയാണ്. അപ്രകാരം ഏത് മുഹ്സിനീങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമു നൽകുന്നതാകുന്നു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിലെ വളരെ ഗൗരവമേറിയ മറ്റൊരു പരീക്ഷണത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യ ജീവിതത്തിൻ്റെ
വ്യത്യസ്ത ഘട്ടങ്ങളെ അള്ളാഹു മനസ്സിലാക്കി തരികയാണ്. വളരെ സന്തോഷകരമായ സാഹചര്യത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് പിന്നെ ഔന്നിത്യം, ആ ഔന്നിത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യനെ മറ്റൊരു ശുദ്ധീകരിക്കൽ കൂടിയുണ്ട്. അഥവാ അവർക്ക് നൽകിയ ഇൽമ്, അവർക്ക് നൽകിയ അറിവ്, ആ അറിവനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരീക്ഷണം. അള്ളാഹു ഇൽമ് നൽകാതെയും പരീക്ഷിക്കും, ഇൽമ് നൽകിയും പരീക്ഷിക്കും. ഇൽമ് നൽകിയുള്ള പരീക്ഷണം, ആ ഇൽമിനനുസരിച്ചുള്ള സബാത്ത്, ദൃഢത, തൻ്റെ ഇടം, ആ ഇൽമ് പ്രാവർത്തികമാക്കാനുള്ള കഴിവുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കുകയാണ് മറ്റൊരു പരീക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അള്ളാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവരെ പരീക്ഷിക്കും. അപ്പോൾ പരീക്ഷണം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ പരീക്ഷിക്കും. അങ്ങനെയുള്ള രണ്ടാമത്തെ പരീക്ഷണമാണ് ഇവിടെ പറയുന്നത്. വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി. റാവദതുഹു, റാവദ എന്ന് പറഞ്ഞാൽ റാവദ യുറാവിദു മുറാവദ, റാവദ യുറാവിദു മുറാവദ, ഇഷ്ടം കാണിക്കുക, വശീകരിക്കാൻ ശ്രമിക്കുക, തൻ്റേതായ താല്പര്യങ്ങൾക്ക് ഒരാളെ പ്രലോഭിപ്പിക്കുക. ഇതിനാണ് റാവദ എന്ന് പറയുന്നത്. അധികവും ഈ വേർഡ് ഉപയോഗിക്കുന്നത് തെറ്റായ കാര്യങ്ങൾക്ക് പ്രലോഭിപ്പിക്കുന്നതിനാണ്. വറാവദതുഹു, അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു, പ്രകോപിപ്പിച്ചു, പ്രേരിപ്പിച്ചു. ആര്? അല്ലതി, ഒരുവൾ, ഹുവ ഫീ ബൈതിഹ, അവളുടെ വീട്ടിലായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നത്. നേരത്തെ പറഞ്ഞ ഇമ്രഅത്തുൽ അസീസ്. അൻ നഫ്സിഹി, റാവദ അൻ എന്ന വേർഡാണ്. റാവദ അൻ എന്ന പ്രയോഗമാണ്. അൻ നഫ്സിഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രേരിപ്പിച്ചു. വഗല്ലഖത്തിൽ അബ്വാബ, ഗല്ലഖ യുഗല്ലിഖു തഗ്ലീഖ, അടച്ചു കളയുക. വാതിൽ അടയ്ക്കുന്നതിനാണ് അത് പറയുക. ഗല്ലഖ എന്ന് പറഞ്ഞാൽ ശക്തമായി അടച്ചു കളയുക, സ്ട്രോങ് ആയി അടച്ചു കളയുന്നതിനാണ് ഗല്ലഖ എന്ന് പറയുന്നത്. ഗല്ലഖ യുഗല്ലിഖു തഗ്ലീഖൻ. വഗല്ലഖത്തിൽ അബ്വാബ, അവൾ വാതിലുകളെല്ലാം അടച്ചു കളഞ്ഞു. ബാബിൻ്റെ ജംആണ് അബ്വാബുൻ, വാതിലുകൾ. വഖാലത്ത്, എന്നിട്ട് അവൾ പറഞ്ഞു, ഹൈതലക്, ഇങ്ങോട്ട് വാ എന്ന അർത്ഥം വരുന്ന വേർഡാണ് ഹൈതലക്. ഹൈതലക് അഥവാ നിനക്കിങ്ങോട്ട് വരാം. ഹൈതലക്, നിനക്ക് ഇങ്ങോട്ട് വരാം. ഹൈതലക്. ഖാല, ഉടനെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മആദല്ലാഹ്, അള്ളാഹുവിൽ അഭയം. മആദ് എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം എന്നാണ്. മആദ് അഭയസ്ഥാനം. ആദ യഊദു ഇയാദൻ വഔദ. ആദ എന്ന് പറഞ്ഞാൽ രക്ഷ തേടുക, യഊദു രക്ഷ തേടുന്നു. ആദ യഊദു ഇയാദൻ വഔദൻ വഊദ. മആദ് എന്ന് പറഞ്ഞാൽ അഭയം നൽകുന്ന ആൾ അല്ലെങ്കിൽ അഭയസ്ഥലം. അദ്ദേഹം പറഞ്ഞു, മആദല്ലാഹ്, അള്ളാഹുവിൽ അഭയം, അള്ളാഹുവിൽ ശരണം. ഇന്നഹു, നിശ്ചയമായും അവൻ, റബ്ബി, എൻ്റെ രക്ഷിതാവാകുന്നു. അഹ്സന മസ്വായി, അഹ്സന യുഹ്സിനു ഇഹ്സാനൻ, അവൻ നന്നാക്കി തന്നിരിക്കുന്നു. മസ്വായ്, എൻ്റെ താമസ സ്ഥലം. എനിക്ക് വളരെ നല്ലൊരു സൗകര്യം ചെയ്തു തന്ന എൻ്റെ റബ്ബ്, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ച എൻ്റെ റബ്ബ്, ആ റബ്ബിൽ ഞാൻ അഭയം തേടുന്നു. ഇന്നഹു, നിശ്ചയമായും, ലാ യുഫ്ലിഹു, വിജയിക്കുകയില്ല. അഫ്ലഹ യുഫ്ലിഹു ഇഫ്ലാഹൻ. ഇന്നഹു ലാ യുഫ്ലിഹു, വിജയിക്കുകയില്ല. അല്ലാലിമൂൻ, ളുൽമ ചെയ്യുന്ന ലാലിമീങ്ങൾ. ളുൽമ ചെയ്യുന്നവനാണ് ലാലിം എന്ന് പറയുന്നത്. ലാ യുഫ്ലിഹു ലാലിമൂൻ, ലാലിമീങ്ങൾ വിജയിക്കുകയില്ല. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം യുവത്വത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അതിൻ്റെ ഒരു മുൻതഹയിൽ, അതിൻ്റെ ഒരു സമ്മിറ്റിലെത്തിയ സന്ദർഭത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന ആ മന്ത്രിയുടെ, ആ അസീസിൻ്റെ ഭാര്യയ്ക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് തെറ്റായ താല്പര്യമുണ്ടായി. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ ഒരു തിന്മക്ക് വേണ്ടി അവർ പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ, വാതിലുകളെല്ലാം അടച്ചു. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം നേരത്തെ
അവരുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല താമസ സൗകര്യം ആ വീട്ടിൽ നൽകണമെന്ന്. വഖാലത്ത് ഹൈതലക്, അവൾ പറഞ്ഞു, തൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഖാല മആദല്ലാഹ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത് ചെയ്തത് മആദല്ലാഹ്, അള്ളാഹുവിൽ അഭയം തേടി. ശേഷം പറഞ്ഞു ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, നിശ്ചയമായും അവൻ എൻ്റെ രക്ഷിതാവാകുന്നു, അവൻ എൻ്റെ താമസം നന്നാക്കി തന്നിരിക്കുന്നു. ചില തഫ്സീറുകളിൽ കാണുന്നത് ഇവിടെ ഇന്നഹു റബ്ബി അഹ്സന മസ്വായ് എന്നുദ്ദേശിച്ചത് സാധാരണ നിലക്ക് മുതലാളിക്ക്, വീട്ടിലെ സയ്യിദിന് റബ്ബ് എന്ന വേർഡ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചത് ഈ സ്ത്രീയുടെ ഭർത്താവിനെയാണ്. ഇന്നഹു റബ്ബി, അദ്ദേഹം എൻ്റെ മുതലാളിയാണ്. അഹ്സന മസ്വായി, എനിക്കിവിടെ നല്ല താമസ സൗകര്യം തന്നിട്ട് ആ വ്യക്തിയെ ഞാൻ വഞ്ചിക്കുകയോ അയാളുടെ ഭാര്യയുമായി ഞാൻ തെറ്റായ ഒരു കാര്യം ചെയ്യുകയോ ഒരിക്കലും ചെയ്യില്ല. മആദല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. അപ്പോൾ ഈ രണ്ട് അർത്ഥവുമാകാം. കൂടുതൽ അനുയോജ്യമായത് റബ്ബ് എന്നുള്ള വേർഡ്, അത് യഥാർത്ഥത്തിൽ എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനെ, ഒരു പ്രവാചകൻ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ചായിരിക്കും, അല്ലെങ്കിൽ ഇൽമുള്ള ഒരാൾ. കാരണം ഇതേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് ജയിലിൽ പ്രവേശിച്ച രണ്ടാളുകളോട്, അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്തരായ ഒരുപാട് അർബാബുകളാണോ, അതല്ല ഏകനും സർവാധിപതിയായ ഏകനായ അള്ളാഹുവാണോ ഖൈറായിട്ടുള്ളത്? അപ്പോൾ മറ്റുള്ളവരൊക്കെ അർബാബുകളാണ് എന്ന് മറ്റു ഇലാഹുകളെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബ് എന്ന് പറയുമ്പോൾ അതധികവും അള്ളാഹുവിനെ സംബന്ധിച്ചാവാനാണ് സാധ്യത. ഭാഷാപരമായി നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അർത്ഥവും തെറ്റില്ലതാനും. എൻ്റെ സയ്യിദാണ്, എനിക്ക് സൗകര്യം തന്ന ഈ വീടിൻ്റെ മുതലാളിയാണ്, ആ മുതലാളി എനിക്ക് നല്ലൊരു താമസ സൗകര്യം തന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞാൻ ആ നിലക്ക് കാണാൻ പാടില്ല എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. മാത്രമല്ല ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ളാലിമീങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലഖദ് ഹമ്മത് ബിഹി, ഹമ്മ യഹുമ്മു ഹമ്മൻ, ഹമ്മ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുക, തീരുമാനിക്കുക, മനസ്സിൽ ഒരു കാര്യം ഉദ്ദേശിച്ച് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുക, അതിനാണ് ഹമ്മ എന്ന് പറയുന്നത്. വലഖദ് ഹമ്മത് ബിഹി, നിശ്ചയമായും ആ സ്ത്രീ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് തെറ്റായ ചില ചിന്തകളും ആഗ്രഹങ്ങളും വെച്ചു പുലർത്തി, അങ്ങനെ ഒരു മോഹമുണ്ടായി. വഹമ്മ ബിഹാ, വഹമ്മ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഉണ്ടായി, ബിഹ അവളെ സംബന്ധിച്ച്, ലൗലാ അർആ ബുർഹാന റബ്ബിഹി, ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, ലൗലാ അൻ റആ, റആ എന്ന് പറഞ്ഞാൽ കാണുക, ബുർഹാന റബ്ബിഹി, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായൊരു ബുർഹാൻ, തെളിവ്, ഒരു ഹുജ്ജത്ത് അദ്ദേഹം കാണുകയുണ്ടായി. അത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ആ ഒരു തിന്മ അവിടെ സംഭവിച്ചേനെ. കദാലിക്, അപ്രകാരം, ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശ, ലിനസ്രിഫ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് നാം തിരിച്ചു വിടാൻ വേണ്ടി, ലി നസ്രിഫ, സറഫ യസ്രിഫു സറഫൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു വിടുക. ലിനസ്രിഫ അൻഹു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് നാം തിരിച്ചു വിടാൻ വേണ്ടി. എന്തിനെ? അസ്സൂഅ, തിന്മയെ, വൽ ഫഹ്ശാ, നീചവൃത്തിയെ. മനസ്സുകൊണ്ട് ഉള്ള ചിന്തയാകട്ടെ, ഇനി ശരീരം കൊണ്ടുള്ള വ്യഭിചാരമെന്ന ഫഹ്ഷ എന്നത് അധികവും ലൈംഗികവുമായി ബന്ധപ്പെട്ട തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വേർഡാണ് വൽ ഫഹ്ഷ. അത്തരം തിന്മയിൽ നിന്ന്, ലൈംഗിക വ്യതിയാനത്തിൽ നിന്ന്, അതേപോലെ തന്നെ സൂഇൽ നിന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം തിരിച്ചു വിടാൻ വേണ്ടി. ഇന്നഹു, കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരടിമയാണ്. എങ്ങനെയുള്ള? അൽ മുഖ്ലസീൻ, ആത്മാർത്ഥത നൽകപ്പെട്ട, അള്ളാഹു കടഞ്ഞെടുത്ത, അള്ളാഹു ഇഖ്ലാസ് നൽകിയ മുഖ്ലിസായ ഒരടിമയിൽപ്പെട്ട, എൻ്റെ അടിമകളിൽപ്പെട്ട ഒരടിമയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം തിന്മ സംഭവിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ
രക്ഷപ്പെടുത്തി. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ആകർഷണത്വമുണ്ടാകും. അത് അല്ലാഹു നിശ്ചയിച്ച സംവിധാനമാണ്. ആ സംവിധാനത്തെ ഏറ്റവും ഹലാലായ മാർഗത്തിലൂടെ, അല്ലാഹു അതിനെ പരിപൂർണമായും മനുഷ്യന് തടയുന്നില്ല, എന്നാൽ അത് ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം, ഹറാമായ മാർഗത്തിലൂടെ ആയിരിക്കരുത്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ നിയമാനുസൃതമായി അല്ലാഹു നിശ്ചയിച്ച ഇണകൾ അല്ലാതെ മറ്റൊരു വഴി ഈ വിഷയത്തിൽ തേടാൻ പാടില്ല. അപ്പോൾ അല്ലാഹു അവിടെ ഹലാലായ വഴി വെച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ തീർക്കുവാൻ വേണ്ടി. എന്നാൽ സ്വാഭാവികമായും മനുഷ്യ മനസ്സുകളിൽ ആഗ്രഹങ്ങളുണ്ടാകും. അവനത് പ്രവർത്തിക്കാത്ത കാലത്തോളം, അള്ളാഹുവിനെ ഭയപ്പെട്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാലത്തോളം അവന് പ്രതിഫലമുണ്ട്. മനസ്സിൽ തീരെ ചിന്ത വരാതിരിക്കുക എന്നുള്ളത് ഒരാളുടെ മഹത്വത്തിൻ്റെ ഭാഗമല്ല. ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾക്ക് 2 നിലപാടുകളുണ്ട്. അതിലൊന്ന് ശ്രദ്ധിക്കുക, വാക്കുകൾ വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ. ഹമ്മ എന്നുള്ള വേർഡ് അത് പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ ആ സ്ത്രീക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചില മോഹം തോന്നി. വഹമ്മ ബിഹാ. ആ ഒരു സാഹചര്യത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലും അത്തരമൊരു ചിന്ത വന്നു. ചില ഉലമാക്കൾ പറഞ്ഞു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച്, ഒരു നബിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനൊരു ചിന്ത വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വഹമ്മ ബിഹ എന്ന് പറഞ്ഞ് ഖിറാഅത്ത് നിർത്തരുത്. ഖുർആൻ ഓതുമ്പോൾ തിലാവത്തിൻ്റെ നിയമത്തിൽ ഒരു നിയമമാണ് വഹമ്മ ബിഹ എന്ന് പറഞ്ഞ് നിർത്തരുത്. അത് എല്ലാവർക്കും ഇടയിലല്ല, ചില പണ്ഡിതന്മാർക്കിടയിൽ വഹമ്മ ബിഹ എന്ന് പറഞ്ഞ് നിർത്തരുത്. പിന്നെ എന്തുകൂടി ഓതണം? വഹമ്മ ബിഹ ലൗലാ അർആ ബുർഹാന റബ്ബി. അള്ളാഹുവിൽ നിന്നുള്ളൊരു പ്രത്യേക അടയാളം, ഒരു ബുർഹാൻ, തെളിവ് യൂസുഫ് നബി കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മോഹമുണ്ടാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മോഹമുണ്ടായില്ല. കാരണം അങ്ങനെ ഒരു ബുർഹാൻ അദ്ദേഹം കാണുകയുണ്ടായി. ഇങ്ങനെയാണ് അതിന് തഫ്സീർ പറയേണ്ടത് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞത് ഈ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹത്വം ഉണ്ടാകുന്നത് ആദ്യം പറഞ്ഞ അർത്ഥം കൊടുക്കുമ്പോഴാണ്. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല വരെ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? മനസ്സിൽ ഒരു ചിന്തയും വരുന്നില്ലെങ്കിൽ അത് മലക്കിനെ പോലെയാണ്. എന്നാൽ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിട്ടും അതിനെ പിടിച്ചു വെക്കലാണ് മഹത്വം. ഒരു ആഗ്രഹവുമില്ലാത്ത ആളുകൾ നമ്മളതിനൊരു ഡിഫക്റ്റായിട്ടാണ് കാണുന്നത്. ഒരാൾക്ക് സെക്ഷൽ ഡിസയർ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഡിഫക്റ്റാണ്, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. അപ്പം അങ്ങനെ ഒരു ചിന്തയെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കില്ലെങ്കിൽ അതിൽ മഹത്വമില്ല. ആ ചിന്ത ഉണ്ടായിട്ട് പോലും ഇന്നി അഖാഫുല്ലാഹ്, അതാണ് മആദല്ലാഹ്, പടച്ചോനെ പേടിയാണ്, അതുകൊണ്ട് ഞാനില്ല, അതാണ് മഹത്വം എന്ന് പറഞ്ഞവരുമുണ്ട്. രണ്ടാണെങ്കിലും ഖൈറ് തന്നെ, അൽഹംദുലില്ലാഹ്, രണ്ടാണെങ്കിലും ഖൈറ് തന്നെ. ലൗലാ അർആ ബുർഹാന റബ്ബി, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ബുർഹാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ. അവിടെ മുഫസ്സിരിങ്ങൾക്കിടയിൽ ഇത്തിഫാഖുണ്ട്. ഈ ബുർഹാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്തായാലും ആ തെറ്റ് സംഭവിക്കുമായിരുന്നു. എന്താണ് ആ ബുർഹാൻ? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ തഫ്സീറുകളിലുണ്ട്. പക്ഷെ അതിനൊന്നും വ്യക്തമായ രേഖകളില്ല. എന്ന് പറഞ്ഞാൽ സനദില്ല, കൃത്യമായ സനദില്ല. അതിലൊന്ന് പറയുന്നത് ഈ ആയത്തിൽ പറയുന്നത് പോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീയുടെ ഭർത്താവ് വരുന്നത്, കാരണം അവർ വാതിലിൻ്റെ അടുത്ത് വെച്ച് ഈ വ്യക്തിയെ കാണുന്നുണ്ട്, കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് നേരത്തെ തന്നെ കാണാൻ സാധിച്ചു എന്നതാണ്. പക്ഷെ ആ തഫ്സീർ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം വരുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് ഒരു പ്രവാചകനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ തഫ്സീർ സ്യൂട്ടബിൾ അല്ല. അല്ലാഹു ആലം, അല്ലാഹു ആലം. രണ്ടാമത്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഉപ്പ പ്രത്യക്ഷപ്പെട്ടു.
എന്നിട്ട് വാപ്പ പറഞ്ഞു മകനോട്, മോനെ ചെയ്യരുത്, ഇതൊരു പ്രവാചക കുടുംബമാണ്, നിനക്കല്ലാഹു വലിയ മഹത്വം നൽകാൻ പോകുന്ന വ്യക്തിത്വമാണ്, അതുകൊണ്ട് മോൻ ഒരിക്കലും ഈ തെറ്റ് ചെയ്യരുത് എന്ന് ഉപ്പ വന്ന് പറഞ്ഞതായ ഒരു കാഴ്ച യൂസുഫ് നബിക്ക് ആ സമയത്ത് കാണാൻ പറ്റി എന്നതാണ്. അങ്ങനെയും ഒരു തഫ്സീറുണ്ട്. പല തഫ്സീറിലും ധാരാളമായി അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു സഹത്ത് അല്ലാഹു അഅലം. മൂന്നാമത് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലുള്ള ചില വചനങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലേക്ക് വന്നു എന്നാണ്. ഖുർആനിലുള്ള ചില ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുത്തു എന്നാണ്. അള്ളാഹുവിനെക്കുറിച്ച് പേടിപ്പിക്കുന്ന യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ തുടങ്ങിയ സമാനമായ ആയത്തുകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടു. അങ്ങനെ ഒരു തഫ്സീറുണ്ട്. മറ്റൊരു തഫ്സീർ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഹുക്മും ഇൽമും. വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമാ. ഹുക്മും ഇൽമും നൽകി. ഇൽമുള്ള ആളുകൾക്ക് പിശാചിന്റെ പ്രേരണയുണ്ടായാൽ വേഗം തിരിച്ചറിയാൻ പറ്റും. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ ഫതദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് പിശാചിന്റെ വല്ല പ്രേരണയും അവർക്ക് ഫീൽ ചെയ്താൽ തദക്കറൂ, അവർക്ക് വേഗം ഉത്ബുദ്ധരാകും. എന്നിട്ട് അവർക്ക് മനസ്സിലാകും ഇത് ശൈത്താൻ്റെ പണിയാണ്. ഫഇദാ ഹും മുബ്സിറൂൻ, അവർ ഉൾക്കാഴ്ചയുള്ള ആളുകളാകും, ബസീറത്തുള്ളവരായിത്തീരും. ആ ബസീറത്താണ് ആര് കണ്ടത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടത്. അതുകൊണ്ടാണ് ആ തിന്മയ്ക്ക് ഹൈത്തലക്ക് എന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ ഉടനുള്ള മറുപടി എന്താണ്? മആദല്ലാഹ്, മആദല്ലാഹ്. വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു. പലർക്കും ആ ചിന്ത ആദ്യം വരൂല, ചിലർക്ക് അവസാനത്തിലേക്കായിരിക്കും വരിക, ചിലർക്ക് തെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും പശ്ചാത്താപം വരിക. എന്നാൽ അതിനെല്ലാം മുമ്പ് ആ വേർഡ് ഉപയോഗിക്കുമ്പോഴേക്കും മഅദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ബ്ലോക്ക് ചെയ്യണം. ആ ഇൽമാണ്, റബ്ബിനെക്കുറിച്ചുള്ള പേടിയാണ് ആ ബുർഹാൻ. അങ്ങനെയാണൊരു വ്യാഖ്യാനം. അതേപോലെ തന്നെ മനുഷ്യരോട് നന്ദി കാണിക്കുക. രണ്ട് നിലക്കുണ്ട്. അള്ളാഹുവിനോട് നന്ദി കാണിക്കണം, മനുഷ്യരോട് നന്ദി കാണിക്കണം. ലാ യഷ്കുരില്ലാഹ മൻ ലാ യഷ്കുരിന്നാസ്. മനുഷ്യരോട് നന്ദി കാണിക്കാത്തവനോട് അള്ളാഹു സുബ്ഹാനഹു, മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ ഒരു തഫ്സീർ പ്രകാരം അദ്ദേഹം സ്മരിച്ചത് ആരെയാണ്? ആ അസീസിനെയാണ്, രാജാവിനെയാണ്. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് തന്നെ ആ തെറ്റ് ചെയ്യുക. വ്യഭിചാരം തിന്മയാണ്, പക്ഷേ ചില വ്യഭിചാരം മറ്റു ചില വ്യഭിചാരത്തെക്കാൾ അശദ്ധാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് നീ നിൻ്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കൽ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരമെല്ലാം തെറ്റാണ്. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. അത് ഫാഹിഷത്താണ്, വ്യഭിചാരത്തോട് അടുക്കാനേ പാടില്ല. എന്നാൽ അത് അയൽവാസിയോടാണെങ്കിലോ സംരക്ഷണം നൽകേണ്ട, പ്രൊട്ടക്ഷൻ നൽകേണ്ട, ഒരു അപകടം വന്നാൽ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടവർ ആരാണ്? അയൽവാസികളാണ്. എന്നാൽ സംരക്ഷണം നൽകേണ്ടവൻ തന്നെ സംരക്ഷണ ഭിത്തിയെ തകർത്താലോ, സംരക്ഷണം നൽകേണ്ടവർ തന്നെ സംരക്ഷണ ഭിത്തിയെ തകർത്താലോ അത് വലിയ ഉൽമാണ്. എന്നതുപോലെ ഒരു കൊട്ടാരത്തിൽ എല്ലാ സൗകര്യവും ചെയ്തു തന്നിട്ട് അവിടെ തന്നെ ആ തിന്മ ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ ഗൗരവവും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലേക്ക് വന്നു. അതും അള്ളാഹു ഇട്ടുകൊടുത്തതാണ്. എന്താണെങ്കിലും ശരി, ഇതിലൊരു കാര്യമുണ്ട്. എന്താണത്? ആത്മാർത്ഥമായി ആരാണോ അള്ളാഹുവിൽ അഭയം തേടുന്നത്, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ബുർഹാൻ അവരുടെ മനസ്സിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കും. മഅദല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മാർത്ഥമായി ഒരാൾ പറഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ബുർഹാൻ അള്ളാഹു ആ വ്യക്തിക്ക് നൽകും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയതുപോലെ. അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞത് കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ. സൂഇനെയും ഫഹ്ശായിനെയും അദ്ദേഹത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ. ഇവിടെ
വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വേർഡാണ് ഫഹ്ഷ. അതിൻ്റെ കൂടെ സൂ കൂടി എന്തിനാണ്? അതൊരു വേർഡ് അധികമാണെന്ന് വിചാരിക്കരുത്. ഒരു വേർഡ് അധികമല്ല, മറിച്ച് അവിടെ അസൂ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുമുള്ള തിന്മയാണ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുടെ മനസ്സ് ആ തെറ്റിൽ മാത്രമല്ല, അല്ലാതെ തന്നെ പാപപങ്കിലമാണ്. അത്തരമൊരവസ്ഥ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയില്ല. മറിച്ച് ഇഖ്ലാസ് നൽകി, ഗുണകാംക്ഷ നൽകി, കൂറ് നൽകി. അത് ആമാണ്, സൂ ആമാണ്, മൊത്തം എല്ലാ തിന്മകളും അതിൽ വരും. ഫഹ്ഷ അതിൽ ഖാസാണ്. അതേതാണ്? വ്യഭിചാരം. അപ്പം മൊത്തത്തിൽ മോശമായൊരു സ്വഭാവം അത് അള്ളാഹു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് മാറ്റി, രണ്ടാമത്തത് ആ ഫഹ്ഷ സിന എന്നുള്ള ആ തിന്മയിൽ നിന്നും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു തിരിച്ചുവിട്ടു. അതാണ് ആ മോശമായ അവസ്ഥയെയും ഫഹ്ഷാനെയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് അള്ളാഹു തിരിച്ചുവിട്ടു. കാരണം എന്താ? അടുത്ത് ശ്രദ്ധിക്കൂ. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. നമ്മുടെ ഇഖ്ലാസുള്ള അടിമകളിൽപ്പെട്ട ആയിരുന്നു ആര്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ഹൃദയത്തിൽ ഇഖ്ലാസ് ആർക്കുണ്ടോ? ഒരു ഹറാമ് ചെയ്യരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് ഈ ആയത്ത് പറയുന്നത്. എന്നാൽ അവസരം കിട്ടിയാൽ ചെയ്യാം എന്ന് കരുതുന്ന ആളുകൾക്കോ, അവസരം കിട്ടിയാൽ അവർ ആ തിന്മയിൽ ചെന്നു പതിക്കും. മഅദല്ലാഹ്. അള്ളാഹു സംരക്ഷിക്കട്ടെ, അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തിഹാമ പർവ്വതം കണക്കെ നന്മ ചെയ്ത രാത്രി നമസ്കാരത്തിൽ വരെ ഏർപ്പെട്ട ചില ആളുകൾ ഖിയാമത്ത് നാളിൽ വരും. അവരുടെ അമലുകളെ അല്ലാഹു ഹബാഅം മൻസൂറാ, പാറിപ്പറക്കുന്ന ധൂളികളാക്കി അല്ലാഹു മാറ്റിക്കളയുന്നതാണ്. ഒരു പ്രതിഫലവും കൊടുക്കൂല. തിഹാമ പർവ്വതത്തോളം നന്മയുമായിട്ട് വന്നിട്ട് അതിനെ കാറ്റിൽ പറത്തിക്കളയും അല്ലാഹു സുബ്ഹാനഹു വ തആല. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നമസ്കരിക്കുന്നവരാണ്, ഖിയാമുൽ ലൈൽ വരെ നമസ്കരിക്കുന്നവരാണ്. പക്ഷേ ഇദാ ഖലൗ ബി മഹാരിമില്ലാഹി ഇൻതഹഖൂഹാ, ഹറാമും അവരും ഒരുമിച്ചായാൽ പിന്നെ അവർക്ക് ഹറാമ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവസരമായിരുന്നു അവരുടെ വിഷയം. അവർ തെറ്റ് ചെയ്യാതിരുന്നത് അവസരം കിട്ടാഞ്ഞിട്ടാണ്. എന്നാൽ അവസരം കിട്ടിയപ്പോൾ ഒരു പേടിയുമില്ലാതെ അവർ ആ ഹറാമ് ചെയ്യുന്നവരാണ്. അത്തരം ആളുകളുടെ നന്മകൾ നിഷ്ഫലമായി പോകും. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇഖ്ലാസ് എവിടെയുണ്ടോ റബ്ബിൻ്റെ സംരക്ഷണം ഉണ്ടാകും. ഇഖ്ലാസ് ഇല്ലേ, തിന്മകൾ വന്ന് ഭവിച്ചേക്കാം, പിശാചു മനുഷ്യനെ റാഞ്ചിയെടുത്തേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ വിമലീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.